ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ പറയാൻ പോകുന്നത് കോപ്പിറൈറ്റ് ടാബിനെ പറ്റിയിട്ടാണ്. വൺസ് നമ്മൾ മോണിറ്റൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി സബ് ടൈറ്റിൽസിന്റെ കീഴായിട്ട് നമുക്ക് കോപ്പിറൈറ്റ് ടാബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആയി കിട്ടും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യൂസ് ചെയ്തതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു ടാബിന്റെ അണ്ടറിൽ കിട്ടും. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവർ കോപ്പിറൈറ്റ് ടാബിൽ പോവുക, അതിൻ്റെ ഇടയിൽ ഈ എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് ആരൊക്കെ യൂസ് ചെയ്തു എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ലിസ്റ്റിംഗ് ഇവിടെ കിട്ടും. ഇവിടെ നമുക്ക് കാണാം കോപ്പിറൈറ്റ് എന്ന് പറയുന്ന ഈ പേജിന്റെ ഇടയിൽ മാച്ചസിനുള്ള അവർ കാണിക്കുന്നത് നമ്മുടെ വീഡിയോസ് എത്ര പേര് യൂസ് ചെയ്തിട്ടുണ്ട്, അത് ഏത് ചാനലാണ്, ഏത് ദിവസമാണ്, അത് എത്ര പെർസെൻറ്റേജ് ആണ് മാച്ച് ചെയ്തേക്കുന്നത്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം. അതിന്റെ റൈറ്റ് സൈഡിൽ നമ്മൾ പോയി നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. അത് ഒന്ന് മൂവ് ടു ആർച്ചീവ് ആണ്, അത് രണ്ടാമത്തത് റിക്വസ്റ്റ് വീഡിയോ റിമൂവൽ ആണ്, മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺടാക്ട് ചാനൽ എന്നാണ്. നമ്മൾ കോൺടാക്ട് ചാനൽ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ചാനൽ ഏതാണോ ആ ചാനലിന് നമുക്കൊരു ഇമെയിൽ അയക്കാൻ പറ്റും. ആ ഒരു ഇമെയിൽ നോട്ടിഫിക്കേഷൻ ത്രൂ അവർക്കത് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു പേഴ്സണൽ റിക്വസ്റ്റ് പോലെ നമുക്കിത് സെൻഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് ഫോർ റിമൂവൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിൻഡോ ഓപ്പൺ ആയി കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ഇതിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ വീഡിയോ എത്ര പെർസെൻറ്റേജ് യൂസ് ചെയ്തു, എത്ര സെക്കൻഡ് മുതൽ എത്ര സെക്കൻഡ് വരെയാണ് മറ്റുള്ള ചാനലിൽ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇവിടെ എൻ്റെ തന്നെ ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് കാണാം ലൊക്കേഷൻ ഓഫ് ഇൻഫ്രിക്ട് കണ്ടന്റ് എന്ന് പറയുന്നത് 4.31 മിനിറ്റ്സ് ആണ്. അതായത് ആ വീഡിയോന്റെ കംപ്ലീറ്റ് പെർസെൻറ്റേജ് 100% ഞാൻ ഇതിലേക്ക് വീണ്ടും റീ അപ്ലോഡ് ചെയ്തത് കാരണം ഇതെനിക്ക് ഒരു വാർണിംഗ് പോലെ അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ പോലെ വന്നിട്ടുണ്ട്. അതായത് എൻ്റെ ഈ ഒരു ചാനലിന്റെ വീഡിയോ മറ്റൊരു ചാനൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ കുറെ കാര്യങ്ങൾ, ഒരു ചെറിയൊരു ഫോം പോലെയാണ്. ഈ ഫോം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. തേർഡ് സെക്ഷനിൽ നമുക്ക് കാണാം ഇതിൽ എങ്ങനത്തെ ടൈപ്പ് ഓഫ് സ്ട്രൈക്ക് ആണ് നമുക്ക് അവർക്ക് കൊടുക്കേണ്ടതെന്ന് നമുക്ക് കാണാം. ആദ്യത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഡ്യൂൾ ചെയ്യുക. അതായത് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ചാനലിന് 7 days നോട്ടീസ് കൊടുക്കാം. ആ 7 daysന്റെ ഉള്ളിൽ ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ റിമൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സ്ട്രൈക്കിലേക്ക് കൺവേർട്ട് ആയി പോകും. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിന്റെ സ്റ്റാൻഡേർഡ് റിമൂവൽ പോളിസിയാണ്, അതായത് റിക്വസ്റ്റ് റിമൂവൽ നൗ എന്ന് പറയുന്നത്. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സ്ട്രൈക്ക് ഇനിഷ്യേറ്റ് ചെയ്യാം. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ആണ് ഞാൻ സെലക്ട് ചെയ്തെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ചാനലിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സ്ട്രൈക്ക് യൂട്യൂബ് അത് അനലൈസ് ചെയ്തതിന് ശേഷം, അതായത് യൂട്യൂബ് എന്ത് സ്ട്രൈക്ക് നമ്മൾ ഇവിടുന്ന് അപ്ലോഡ് ചെയ്താലും യൂട്യൂബ് അത് അനലൈസ് ചെയ്ത് വാലിഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ഒരു സ്ട്രൈക്ക് അവർക്ക് പോവുക. അങ്ങനെ ഒരു സ്ട്രൈക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് യൂട്യൂബ് അത് വാലിഡേറ്റ് ചെയ്യുകയും ആ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ആ കണ്ടന്റ് റിമൂവ് ചെയ്യും. ആ റിമൂവ് ചെയ്ത് 3 daysനുള്ളിൽ അവർക്ക് അവരുടെ ചാനലിൽ ഒരു സ്ട്രൈക്ക് നോട്ടിഫിക്കേഷൻ കൊടുക്കും. ഇതാണ് യൂട്യൂബിന്റെ പ്രൊസീജിയർ. രണ്ടാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ ഞാൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് 7 days നോട്ടീസ് പീരീഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ കൊടുക്കും. ആ നോട്ടിഫിക്കേഷൻ കൊടുത്ത് 7 daysന്റെ ഉള്ളിൽ നമ്മളുടെ വീഡിയോ അവർ റിമൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ കണ്ടന്റ് റിമൂവ് ചെയ്യുകയും എന്നിട്ട് 3 daysന്റെ ഉള്ളിൽ അവർക്കൊരു സ്ട്രൈക്ക് ഇനിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഇവിടെ നമുക്ക് കോപ്പിറൈറ്റ് ടൈബിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തതിനു ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ആവും. പിന്നുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മൂവ് ടു ആർച്ചീവ് ആണ്. അതായത് ആർച്ചീവ് എന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളതല്ല. നമ്മുടെ ഈ ഒരു മെയിൻ, അതായത് മാച്ചസിൽ കാണുന്ന ഈ ഒരു സെക്ഷനിൽ കാണുന്ന ചില വീഡിയോസ് നമ്മൾ ആർച്ചീവിലേക്ക് മാറ്റി വെക്കുകയാണ്, പിന്നീടത്തേക്ക് അപ്ഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നീടത്തേക്ക് നോക്കാനായിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ആർച്ചീവ് ചെയ്ത് വെക്കുകയാണ്. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കമന്റ് ചെയ്യാം. അതുമാത്രമല്ല, നിങ്ങൾക്ക് എൻ്റെ ഫ്യൂച്ചർ വീഡിയോ കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ ഓൾ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഞാൻ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും, നോട്ടിഫിക്കേഷൻ കിട്ടും. ഇന്നിപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.